വണക്കം, ദിസ് ഇസ് സ്റ്റാർട്ട് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്ത് സാമ്പ്രാണിക്കുടി എന്നൊരു ഐലൻഡിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെ പോകാനായിട്ട് വൈകിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഒരാൾക്ക് 150 രൂപയാണ്. പിന്നെ DTPCയുടെ കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടിയിലുള്ള കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. 150 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട, 5 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ടിക്കറ്റ് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ 4 പേർക്കുള്ള ടിക്കറ്റ് 600 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു. ബോട്ടിൽ കയറി നമ്മൾ സാമ്പ്രാണിക്കുടി പോകാൻ പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. നല്ല തിരക്കുണ്ട്. ഇന്ന് അവധി ദിവസമാണ്. ഇതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. ഇവിടെ ഒരുപാട് കടകളൊക്കെ വന്നു കേട്ടോ. ഭയങ്കര റെസ്റ്റോറൻറ്റ്സ്, ജ്യൂസ് ബാർ, ജ്യൂസ് കടകൾ, അങ്ങനെയുള്ള ഒരുപാട് കടകളൊക്കെ ഇവിടെ വന്നു. ഞാൻ ശ്രദ്ധിച്ച ഇവിടെ ആൾക്കാർ ചെരുപ്പൊക്കെ ഊരിയിട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഐലൻഡിൽ പോയി കളഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ടാവാം. പക്ഷെ ഞാൻ ചെരുപ്പിട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടിൽ പോകേണ്ടത്. നമ്മൾ ടിക്കറ്റ് കയ്യിലുണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് ബോട്ടിൽ പോകണം. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ DTPCയുടെ ആണ്. DTPC കൊല്ലത്തിൻ്റെ സാമ്പ്രാണിക്കൊടി ടിക്കറ്റാണ് 150 രൂപ. പിന്നെ ടിക്കറ്റ് കൗണ്ടർ 4:30 ക്ലോസ് ചെയ്യും വൈകിട്ട്. സാമ്പ്രാണിക്കൊടിയിൽ 1 മണിക്കൂർ ചിലവഴിക്കാം. ആ ഒരു ഐലൻഡിൽ കണ്ട ഒരുപാട് ബോട്ടുകൾ അവരിങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി സാമ്പ്രാണിക്കൊടി പോയിട്ട് കണ്ടാലോ? ലെറ്റ്സ് ഗോ. ഫോൺ പോക്കറ്റിൽ കിടക്കണം. അച്ചു ചാറ്റ അടിച്ചു. അച്ചു ഇനി അവിടെ താള് പോയി നോക്കിയോളെ. അപ്പോൾ ഞങ്ങളിങ്ങനെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്ക് പോവാണ്. അപ്പോൾ ആ കാണുന്ന ഐലൻഡാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡാണ്. അവിടെ നമുക്കൊരു 1 hour സ്പെൻഡ് ചെയ്യാം. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അതുകൊണ്ട് തിരക്ക് വലിയ പ്രശ്നമല്ല. ഇഷ്ടംപോലെ ബോട്ടിൽ പെട്ടെന്ന് വരും. പെട്ടെന്ന് ഓക്യുപ്പൈഡായി നമുക്ക് പോവാം. ഇഷ്ടംപോലെ ബോട്ട് സർവീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധിക നേരം വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിലെത്തി. ഇവിടെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഇറങ്ങണം. ഒരുപാട് ആൾക്കാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ടോ. നമ്മുടെ മാക്സിമം മുട്ട് വരെയൊക്കെ ഉള്ളൂ. മുട്ടിൻ്റെ അത്ര പോലും ഇല്ല. അത്ര ആണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ ഇറങ്ങിയിട്ട് എനിക്കിവിടെ അതിശയിപ്പിച്ച കാര്യം ഇവിടെ കുട്ടി കടകളൊക്കെ ഉണ്ട് കേട്ടോ. സ്നാക്സ് കിട്ടുന്നതും അച്ചാറും പിന്നെ ഉപ്പിലിട്ടതും വെള്ളം കുടിക്കാനും സർബത്തും ഒക്കെ ആയിട്ട് കൊച്ചു കടകളൊക്കെ ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടായി. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പോൾ അതാ ഈ കാണുന്നതാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ആൾക്കാരൊക്കെ എത്രത്തോളം എൻജോയ്മെൻറ്റിലാണ് നോക്കിയാൽ. കാര്യം വെള്ളത്തിൽ കൂടെ നമുക്ക് മുട്ടോളം പോലും വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ അവരിങ്ങനെ നടക്കുകയാണ്. അവിടെ എല്ലാ കടകളും ഒക്കെയാണ്. ഇത് രസമാക്കിയ ഒരു സ്ഥലം. ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊരു ഐലൻഡ് പോലെ തന്നെയാണ്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആസ്വദിക്കാനായിട്ടാണ് നിൽക്കുന്നത്. അധികം ആഴമില്ല ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സാമ്പ്രാണിക്കൊടി അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നു. സാമ്പ്രാണിക്കൊടി അത് ഇറങ്ങിക്കോ. പിടിച്ചോളാം. അത്രേ ഉള്ളൂ അല്ലേ അത് വെള്ളം. അപ്പോൾ ഞാനീ പറഞ്ഞ സാമ്പ്രാണിക്കൊടിയിലെ കുട്ടി കടകൾ ഇതാണ് കണ്ട. നല്ല മാങ്ങ, ചെത്തി, ഉപ്പുമുളക് ഇട്ടത്, പിന്നെ സർബത്ത്, കപ്പലണ്ടി, മിഠായി, പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു ലേസ്, ചിപ്സ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കുട്ടി സ്നാക്സൊക്കെ ഇവിടെ കിട്ടും. പിന്നെ ഇവിടെ എന്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചായ, കാപ്പി, പൊരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്നാക്സ് ആട്ടോ. പഴംപൊരി, വട, അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതാ അതും അനുവും വരുന്നു. അതും എങ്ങനെയുണ്ട്? അതും നമ്മളിപ്പോൾ എവിടെയാ നിൽക്കണേ? എവിടെയാ? അപ്പോൾ ഇതാണ് നമ്മുടെ ആ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം. മനോഹരമായൊരു ഐലൻഡാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. തുരുത്താണ്. കൊല്ലത്തുള്ള മൺട്രത്തുരുത്ത് പോലെ വേറൊരു നല്ലൊരു തുരുത്തൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. നല്ല മനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ. ഒരു ദിവസം വന്നാൽ ഉച്ചയ്ക്ക് ശേഷം വരിക. കാര്യം ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈകിട്ടാണ്. വൈകിട്ട് 4 മണിക്കൊക്കെയാണ്. ആ ഒരു സമയത്ത് വെയിൽ താഴ്ന്ന സമയമാണ് നമുക്കിവിടെ കുറച്ചുകൂടെ നിൽക്കാൻ പറ്റും. എന്നാലും വെയിലുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്കൊന്ന് സൺസെറ്റൊക്കെ ആയിരിക്കും കാണാൻ നല്ല ഭംഗി. 4:30 വരെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളൂ. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളും മനോഹരമായൊരു സ്ഥലവുമാണ് നമ്മുടെ ഈ ഒരു സാമ്പ്രാണിക്കൊടി കേട്ടോ.
കുറേ നാളുകൊണ്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന സ്ഥലമാണല്ലേ സാമ്പ്രാണിക്കൊടി. അധ്വനയൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു തുരുത്തിനകത്ത് ഒരു കണ്ടൽക്കാട് പോലെ കണ്ടോ ജസ്റ്റ് കയറി പോകണം. ഇവിടെ കയറി പോകാനായിട്ടൊന്നുമില്ല, പക്ഷെ കയറിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ആ ചെടിയും ഇവിടുത്തെ ഒരു പ്രത്യേക തണുപ്പും ഒക്കെയാണ്. ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ അകത്ത് കയറി വന്നതാണ് കേട്ടോ. ആ ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ടോ, വൈകിട്ടത്തെ ആ ഒരു വെയിലിൻ്റെ ഗ്ലെയർ വെള്ളത്തിലൂടെ ഇങ്ങനെ അടിക്കുകയാണ്. അതിശക്തമായ ഗ്ലെയറാണ്. പക്ഷേ നല്ല സ്ഥലമാണ്. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഒരുപാടൊന്നും കയറി കാണാനില്ല, ജസ്റ്റ് അകത്ത് വരെ ജസ്റ്റ് കയറാം. പക്ഷെ നല്ല തണുപ്പാണ് കേട്ടോ. അകത്തോട്ട് കയറിയപ്പോൾ ആ വെയിലിൻ്റെ കാഠിന്യം കുറവാണ്, നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ അതും ഇവിടെ കിടന്ന് ഉല്ലസിച്ച് കളിക്കുകയാണ്. നോക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിലെ വിശേഷങ്ങൾ കേട്ടോ. സാമ്പ്രാണിക്കൊടി ഒരുപാട് ഇപ്പോൾ പുരോഗമിച്ചു. DTPC കൊല്ലം അവരാണിപ്പോൾ ടിക്കറ്റൊക്കെ നോക്കുന്നത്. ഇവിടുത്തെ ആ ഒരു ടൂറിസം അവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. DTPC ആണ്. സേഫാണ് യാത്ര ചെയ്യാനായിട്ട്. ഒരു മിനിറ്റ് പോലും ബോട്ട് യാത്ര ഇല്ല ഈ തുരുത്തിലേക്ക് വരാനായിട്ട്, ഈ ഒരു ഐലൻഡിലേക്ക് വരാനായിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ട മുട്ടടി പോലും വെള്ളമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൂടെ വെള്ളത്തിലൊക്കെ നടക്കാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ് കൊല്ലത്തുള്ള ഈ സാമ്പ്രാണിക്കൊടി. കടകളൊക്കെ നോക്കിയാൽ ഭയങ്കര ആക്റ്റീവാണ്. വൈകുന്നേരങ്ങളിൽ ഇതാ നെല്ലിക്കയുണ്ട്, മാങ്ങയുണ്ട്, ജ്യൂസുണ്ട്. ഒരു മാങ്ങയെ കരിഞ്ഞ് അതേപോലെ ആ ചേച്ചി കക്ക ക്ലീൻ ചെയ്യുന്നുണ്ടോ, ഇവിടുന്ന് കക്ക ക്ലീൻ ചെയ്യാണ്. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി ആയിട്ടുണ്ട്. ഒരു മുട്ടിൻ്റെയൊക്കെ മേളിൽ വരെ എത്തി. ഇതാ എലിയുണ്ട്, ഇഷ്ടം പോലെ എലി, ഒരുപാട് എലി കേട്ടോ. വലിയ പെരിച്ചാഴി, അത് പെരിച്ചാഴികൾ നോക്ക്. സാമ്പ്രാണിക്കൊടിയുടെ ഈ ഫുഡൊക്കെ ഇട്ടിട്ട് പെരിച്ചാഴി നോക്ക് ഫുഡ് ഇട്ടിട്ട് കഴിക്കാൻ നിൽക്കുന്ന. വെള്ളത്തിൽ വരും ഇല്ലല്ലോ. ഇവിടേക്ക് ഒരുപാട് കടകൾ വന്ന് തുടങ്ങി. ഗോലി സോഡയുണ്ട്, നാരങ്ങ വെള്ളമുണ്ട്, സർബത്തുണ്ട്. ആൾക്കാരൊക്കെ മരത്തിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറും. നമ്മൾ സാമ്പ്രാണിക്കൊടി കുറച്ച് നടന്ന് അകത്തോട്ടെത്തി. ആ ഒരു കടകളും കണ്ടൽക്കാടൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടു. പിന്നെ അങ്ങോട്ട് കായലാണ്. നമ്മളതോ ആ ദൂരത്ത് നിന്ന് അവിടെ നിന്നാണ് നമ്മൾ ബോട്ട് കയറി വന്നത്. ഇത് രസം നോക്കിയ സ്ഥലം. ഇവിടെ ഇപ്പോൾ നല്ല തണലുണ്ട്. ഈ മരങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നല്ല തണലും വെള്ളവും അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. കുറച്ചുകൂടെ വൃത്തിയുണ്ട്. വൃത്തിയെന്നല്ല, അത് ആൾക്കാർ ഫുൾ ഇളകി മറിച്ചിട്ടുള്ള കലങ്ങളാണ്. പക്ഷേ ഇവിടെ ഗുണം എന്ന് പറഞ്ഞാൽ ചൂടില്ല. ആ മരത്തിൻ്റെ ആ ഒരു തണുപ്പ് ഇവിടെ ഉണ്ട്. ഇതങ്ങോട്ട് കായലാണ് കേട്ടോ. അങ്ങോട്ടും നടക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഇവിടെ അവർ ഒരു ബോർഡർ കാണുമായിരിക്കും എന്തായാലും. ആ കൊടി കാണിച്ചേക്കുന്ന ഒരു ബോർഡർ പോലെയാണ് അങ്ങോട്ട് പോരുന്നുള്ളതാണ്. ഇതാണ് സാമ്പ്രാണിക്കൊടിയിലെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. സാമ്പ്രാണിക്കൊടിയിലെ ആൾക്കൂട്ടവും സാമ്പ്രാണിക്കൊടിയിലെ ഭംഗിയുള്ള കാഴ്ചകളും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടിയൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചത് പോകാൻ പോവാണ്. ഇഷ്ടംപോലെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തിരിച്ച് നമ്മൾ ഏതെങ്കിലും ബോട്ടിൽ കയറിയാൽ നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയെടുത്ത് തന്നെ കയറിയെടുത്ത് തന്നെ ഇറങ്ങാവുന്നതാണ്. ഇതേപോലെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇവിടെയുണ്ട്, അവിടെയുണ്ട്, പിന്നെ അവിടെയുണ്ട്. എല്ലായിടത്തും ബോട്ട് കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മളിതാ തിരിച്ച് നമ്മളെ ബോട്ട് കയറിയിട്ട് തിരിച്ച് പോകാൻ പോകണം കേട്ടോ. അത് എങ്ങനെയുണ്ട്? അത് എങ്ങനെയുണ്ട്? അതിന് കുളിച്ച് വാരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി വിശേഷങ്ങൾ കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളും നല്ല എക്സ്പീരിയൻസുമാണ്. നമുക്ക് ഈ കായലിൻ്റെ ഇങ്ങനെ ഒരു തുരുത്തിൽ, ഇങ്ങനെ ഒരു ഐലൻഡിൽ ജസ്റ്റ് മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫാമിലിയായിട്ട് വന്നാൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി കേട്ടോ. അപ്പോൾ നമ്മളിതാ ബോട്ട് എവിടെ നിന്നാണോ കയറിയാൽ അവിടേക്ക് തിരിച്ചു പോവാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ പോയിട്ട് തിരിച്ചെത്തി. ഇവിടെ ഫുൾ കടകളാണ് കേട്ടോ. നമുക്ക് നാരങ്ങളും കുടിക്കാനും ജ്യൂസ് കുടിക്കാനൊക്കെ കടകളുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ സാമ്പ്രാണിക്കൊടി ഈ ഒരു യാത്ര. ഒരാൾക്ക് 150 രൂപയാണ് ഞാൻ പറഞ്ഞവിടെ. അപ്പോൾ നല്ലൊരു യാത്രയാണ്. ഫാമിലിക്കൊക്കെ വരാനായിട്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ സാമ്പ്രാണിക്കൊടി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. If you not subscribe to the channel, please do subscribe and hit the bell icon to notification for our next video. This is Farkar from Sambrani Kodi. Bye bye.